ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. ഇന്ന് നമ്മുടെ 30-30 ചാലഞ്ചിലെ ഡേ 3 GK ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ മുന്നത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, കണ്ടിന്യൂഷനൊന്നുമില്ല, GK ക്വസ്റ്റ്യൻസ് അല്ലേ, എന്നാലും നമുക്ക് ക്വസ്റ്റ്യൻസ് പുതിയത് നമുക്ക് കിട്ടും. So let's move on to GK question day 3. ഇന്നും നമുക്ക് 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 30 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബും ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിടൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സ് എല്ലാം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റും കൂടെ ചെയ്യൂ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഡേ 3 30 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഡേ 3 GK ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് എന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് എന്നാണ്. ഏതായിരുന്നു? ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിട്ട് അറിയപ്പെടുന്നത്. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹലനോബിസ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹലനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, TDA എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് എന്നാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫുൾ ഫോം ഓഫ് TDA എന്തായിരുന്നു? ട്രേഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നാണ് TDAയുടെ ഫുൾ ഫോം. TDAയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ട്രേഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നാണ് TDAയുടെ ഫുൾ ഫോം. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, SSB എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അതായത് SSBയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. എന്താണ് SSBയുടെ ഫുൾ ഫോം? സർവീസ് സെലക്ഷൻ ബോർഡ്. സർവീസ് സെലക്ഷൻ ബോർഡ് എന്നാണ് SSBയുടെ ഫുൾ ഫോം. ഓക്കെ, ഈ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? അബ്ദുൽ കലാം ആസാദിൻ്റെ ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. TDAയുടെ ഫുൾ ഫോം ട്രേഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നാണ്. SSBയുടെ ഫുൾ ഫോം സർവീസ് സെലക്ഷൻ ബോർഡ് എന്നുള്ളതാണ് SSBയുടെ ഫുൾ ഫോം. ഓക്കെ, ഈ 5 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു സിക്സ്ത് വൺ. കേരളത്തിലെ ഉഷ്ണമേഖലാ മഴക്കാട് ഏതാണ് എന്നാണ് ചോദ്യം. സൈലൻറ്റ് വാലിയാണ് കേരളത്തിലെ ഉഷ്ണമേഖലാ മഴക്കാട്. ഓക്കെ, ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ, ജാർസുഗുഡ താപ വൈദ്യുതി നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ് ജാർസുഗുഡ താപ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ജാർസുഗുഡ താപ വൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ്? ഒഡീഷയിലാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം. എവിടെയാണ്? ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഓക്കെ, നയൻത്ത് വൺ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? തമിഴ്നാടാണ്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. ക്ലിയർ? അപ്പോൾ സിക്സ്ത് വൺ, കേരളത്തിലെ ഉഷ്ണമേഖലാ മഴക്കാട്
സൈലൻറ്റ് വാലിയാണ്. ജാർസുഗുഡ താപ വൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. ദെൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചാട്ട എന്ന കൃതി ആരുടേതാണ് എന്നാണ് 10th ക്വസ്റ്റ്യൻ. ആരുടെയാണ്? വത്സലയുടെയാണ് ചാട്ട എന്ന കൃതി. ഓക്കെ, ചാട്ട എന്ന കൃതി ആരുടേതാണെന്നാണ് 10th ക്വസ്റ്റ്യൻ. ആരുടേതാണ്? വത്സലയുടേതാണ് ചാട്ട എന്ന കൃതി. ദെൻ 11th വൺ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? കല്ലട പ്രൊജക്റ്റാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. അതെവിടെയാണ്? കൊല്ലത്താണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലടയാണ്. കല്ലട കൊല്ലത്താണ്. ഓക്കെ. ദെൻ 12th വൺ, കോർബ താപ വൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ് കോർബ താപ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ബാഹ്യഗ്രഹങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേര്. 13th ക്വസ്റ്റ്യൻ ആണ്. ബാഹ്യഗ്രഹങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ജോവിയൻ ഗ്രഹങ്ങൾ എന്നാണ് ബാഹ്യഗ്രഹങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേര്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാ? ബേക്കൽ കോട്ടയാണ് അല്ലേ? കണ്ണൂർ ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായിട്ട് അറിയപ്പെടുന്നത്. 15th വൺ, ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. ഇത്രയും ക്ലിയർ ആയല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ടയാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11 ആണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16th വൺ, എൻഡോസൾഫാൻ ദുരിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തമായ നോവൽ ഏതാണ്? എൻഡോസൾഫാൻ ദുരിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തമായ നോവൽ ഏതാണെന്നാണ് 16th ക്വസ്റ്റ്യൻ. ഏതാണ്? എൻ മഗജെ എന്നുള്ള നോവലാണ് എൻഡോസൾഫാൻ ദുരിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തമായ നോവൽ. ഓക്കെ, എൻ മഗജെ ആണ് എൻഡോസൾഫാൻ ദുരിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തമായ നോവൽ. 17th ക്വസ്റ്റ്യൻ, മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു ആണ് മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി. ഓക്കെ. 18th വൺ, നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതിയത് ആര്? നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതിയത് ആര്? MK സാനു ആണ് നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതിയത്. ഓക്കെ. ദെൻ 19th ക്വസ്റ്റ്യൻ, ടാഗോർ ശാന്തിനികേതൻ സ്ഥാപിച്ച സംസ്ഥാനം. ശാന്തിനികേതൻ എവിടെയാണ് എന്നാണ് ചോദ്യം. ടാഗോർ ശാന്തിനികേതൻ സ്ഥാപിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്. ഓക്കെ. ടാഗോർ ശാന്തിനികേതൻ സ്ഥാപിച്ച സംസ്ഥാനം എവിടെയാണ്? ശാന്തിനികേതൻ എന്നാണ് ചോദ്യം. എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് ശാന്തിനികേതൻ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20th വൺ, ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. ഓക്കെ. 20th ക്വസ്റ്റ്യൻ എന്താണ്? ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മെർക്കാറ്റർ ആണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 21st ക്വസ്റ്റ്യൻ, കാറ്റിൻ്റെ ദിശ അറിയാനുള്ള ഉപകരണം ഏത്? അതായത് കാറ്റിൻ്റെ ദിശ അറിയാനുള്ള ഉപകരണം ഏത്? വിൻവെയിൻ ആണ് കാറ്റിൻ്റെ ദിശ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം. നെക്സ്റ്റ് വൺ, മർദ്ദം രേഖപ്പെടുത്താനുള്ള ഏകകങ്ങൾ ഏവ? ഏതായിരുന്നു? 22nd ക്വസ്റ്റ്യൻ ആണ്. മർദ്ദം രേഖപ്പെടുത്താനുള്ള ഏകകങ്ങൾ ഏവ എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാ? ഹെക്ടോ പാസ്കൽ, മില്ലിബാർ, ഇവ രണ്ടുമാണ് മർദ്ദം രേഖപ്പെടുത്താനുള്ള ഏകകങ്ങൾ. മർദ്ദം രേഖപ്പെടുത്താനുള്ള ഏകകങ്ങൾ ഏവ?
ഹെക്ടോ പാസ്കലും മില്ലി ബാറുമാണ് മർദ്ദം രേഖപ്പെടുത്താനുള്ള ഏകകങ്ങൾ. ഓക്കെ. 23rd വൺ, സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിലധികം ഉയരമുള്ള ഭൂരൂപങ്ങളേവ. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിലധികം ഉയരമുള്ള ഭൂരൂപങ്ങളേവ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? പർവ്വതങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിലധികം ഉയരമുള്ള ഭൂരൂപങ്ങൾ പർവ്വതങ്ങൾ ആണ്. നെക്സ്റ്റ് വൺ, 24th വൺ, അന്തരീക്ഷത്തിലുള്ള നേർത്ത പൊടിപടങ്ങളേവ. അതായത് അന്തരീക്ഷത്തിലുള്ള നേർത്ത പൊടിപടലങ്ങളേവ എന്നുള്ളതാണ് 24th ക്വസ്റ്റ്യൻ. ഏതാണ്? എറോസോൾസ് ആണ് അന്തരീക്ഷത്തിലുള്ള നേർത്ത പൊടിപടലങ്ങൾ. ഓക്കെ. 24th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അന്തരീക്ഷത്തിലുള്ള നേർത്ത പൊടിപടലങ്ങളേവ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഏതാണ്? എറോസോൾസ് ആണ് അന്തരീക്ഷത്തിലുള്ള നേർത്ത പൊടിപടലങ്ങൾ. ഓക്കെ. 25th വൺ, ഭൂമിയുടെ കാമ്പിൻ്റെ 2 ഭാഗങ്ങൾ ഏതെല്ലാം? ഭൂമിയുടെ കാമ്പിൻ്റെ 2 ഭാഗങ്ങൾ ഏതെല്ലാം? പുറക്കാമ്പും അകക്കാമ്പുമാണ് ഭൂമിയുടെ കാമ്പിൻ്റെ 2 ഭാഗങ്ങൾ. 26th വൺ, വേദനാസംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് നമ്മുടെ പെയിൻ കില്ലേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന പെയിൻ കില്ലേഴ്സ് എല്ലാം എവിടെയാണ് വർക്ക് ചെയ്യുക? തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് എന്നാണ് ചോദ്യം. ഏത് ഭാഗത്താണ്? തലാമസിലാണ് വേദനാസംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. ഓക്കെ. തലാമസ് ആണ് തലച്ചോറിൻ്റെ വേദനാസംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗം. ഓക്കെ ആണല്ലോ. 27th വൺ, ആർദ്രത അളക്കാനുള്ള ഉപകരണം ഏത്? ആർദ്രത അളക്കാനുള്ള ഉപകരണം ഏത്? ഏതാ? ആർദ്രതാമാപിനിയാണ് ആർദ്രത അളക്കാനുള്ള ഉപകരണം. ആർദ്രതാമാപിനിയാണ് ആർദ്രത അളക്കാനുള്ള ഉപകരണം. ഓക്കെ. നെക്സ്റ്റ് വൺ, 28th വൺ, പ്രകൃതിയിൽ 1 ഇഞ്ചു കനത്തിൽ മണ്ണുണ്ടാക്കുന്നതിന് ഏതാണ്ട് എത്ര വർഷം വേണം എന്നുള്ളതാണ് ചോദ്യം. എത്ര വർഷമാണ്? 1000-ലധികം വർഷം വേണം പ്രകൃതിയിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാക്കാൻ. ഓക്കെ. 28th ക്വസ്റ്റ്യൻ, പ്രകൃതിയിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാക്കുന്നതിന് ഏതാണ്ട് എത്ര വർഷം വേണം എന്നുള്ളതായിരുന്നു ചോദ്യം. എത്ര വർഷം വേണം? 1000-ലധികം വർഷം വേണം. 29th വൺ, ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്താനുള്ള 3 രീതികളേവ. ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്താനുള്ള 3 രീതികളേവ എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെയാണ് ആ രീതികൾ? പ്രസ്താവനാ രീതി, ഭിന്നക രീതി, രേഖാരീതി. ഈ 3 രീതികളാണ് ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്താനായി ഉപയോഗിക്കുന്നത്. ഓക്കെ. ദെൻ 30th ക്വസ്റ്റ്യൻ, ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് എന്നാണ് ചോദ്യം. അലുമിനിയം. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലുമിനിയാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഓക്കെ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡേ 3 30 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോസ് ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും അതുപോലെ കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ഒന്ന് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. സോ നമുക്കിനി ഡേ 4 ഇതുപോലെ 30 ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. സോ ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ.